ഓഫറിൽ നല്ല ചെമ്മീൻ കണ്ടപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അത് കേട്ടപ്പോൾ മോള് പറഞ്ഞു, ബിരിയാണി ഉണ്ടാക്കല്ലേ, വേറെ എന്തേലും ഉണ്ടാക്കുക. വേറെ എന്തുണ്ടാക്കും? മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണമല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, കുറച്ച് കാലം മുന്നേ ഒരു അമേരിക്കൻ ക്യുസീൻ ട്രൈ ചെയ്തപ്പോൾ അവിടുന്ന് കഴിച്ചൊരു കോക്കനട്ട് ഷ്രിംപ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചിന്ന് അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കോക്കനട്ട് ഷ്രിംപ് വിത്ത് ദ ബെസ്റ്റ് സോസ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് എടുക്കുള്ളൂ. കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. പക്ഷെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സ്വീറ്റൻഡ് കോക്കനട്ട് ഉണ്ടാക്കും, എന്നിട്ട് നമ്മുടെ ക്രഞ്ചി കോക്കനട്ട് ഷ്രിംപ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ വലിയ ചെമ്മീനാണ് നമ്മളുടെ കയ്യിലുള്ളത്. അത് ഒരു 20 to 24 ആണ് അതിൻ്റെ കൗണ്ട് വരുന്നത്. സ്വീറ്റൻഡ് കോക്കനറ്റിന് വേണ്ട ചേരുവകൾ: 1 കപ്പ് തേങ്ങ ചിരവിയത്, 1/4 കപ്പ് വെള്ളം, ദെൻ നമുക്ക് വേണ്ടത് 4 ടീസ്പൂൺ പഞ്ചസാര, 1 2 3 4. ഇനി നമ്മുടെ കോക്കനട്ട് ഷ്രിംപ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ സോൾട്ട്, ദെൻ 2 മുട്ട വേണം. പിന്നെ നമുക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. അതിന് 4 ബ്രെഡാണ് ആവശ്യം വരിക. ദെൻ ഒലിവ് ഓയിൽ, പിന്നെ 1 ലെമൺ. ആദ്യം നമുക്ക് നമ്മുടെ സ്വീറ്റൻഡ് കോക്കനട്ട് ഉണ്ടാക്കാം. അതിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ആ ഒരു ഷുഗർ ഇടുക. ദെൻ ആ ഷുഗർ അലിയണ വരെ ഒന്ന് തിളപ്പിക്കുക. ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. 1 മുതൽ 1.5 മിനിറ്റ് മുതൽ ഒരു 2 മിനിറ്റ് വരെ. അപ്പോഴത്തേനും അതിൽ പഞ്ചസാര അലിഞ്ഞ് കിട്ടും. ഫുൾ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഷുഗർ അതിൽ മെൽറ്റായതിൻ്റെ ശേഷം നമ്മൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് അതിലിടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളവും ഈ കോക്കനട്ടും നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് സമയം അത് അവിടെ വെക്കണം. ഒരു 15 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി, ഒരു 10 to 15 മിനിറ്റ്സ്. അപ്പോൾ നമുക്കത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അതിലെന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്വീറ്റൻഡ് കോക്കനട്ട് റെഡിയായി. ഇനി നമ്മൾക്ക് ബ്രെഡ് ക്രംസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. ഞാൻ സാധാരണ എല്ലാത്തിനും ഇങ്ങനത്തെ ബ്രെഡാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആക്കുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ക്രിസ്പായിട്ടുള്ള സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ 1/2 കപ്പ് എടുത്തു നമ്മളുടെ കോക്കനട്ടിലേക്ക് ഇട്ടിട്ട് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ റെഡിയാക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ, 1/4 കപ്പ് ഫ്ലവറും, ദെൻ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും, 1/2 ടീസ്പൂൺ സോൾട്ടും, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ നമ്മളുടെ എഗ്ഗ്, 2 എഗ്ഗ് വേണ്ടി വരില്ല, പക്ഷേ നമുക്കൊന്നും മതിയാവില്ല. അപ്പോൾ 2 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എന്തായാലും അതിൽ ബാക്കി ഉണ്ടാവും. നിങ്ങളൊക്കെ എന്താണ് ഈ ബാക്കിയുള്ള എഗ്ഗൊക്കെ ചെയ്യാറ് അതൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും കളയും, കാരണം ഞങ്ങളിവിടെ അങ്ങനെ ആരും ഓംലെറ്റ് ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ അത് ബീറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളിത് ഈ ഓർഡറിൽ വയ്ക്കാം. ഫസ്റ്റ് ഫ്ലവർ, ദെൻ നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ്, ദെൻ അടുത്തത് നമ്മുടെ ഇത് സ്വീറ്റൻഡ് കോക്കനട്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ശരിക്കും നിങ്ങൾ ഈ ചെമ്മീൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെയിൽ വെക്കണേ. ആ ടെയിൽ പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്.
ഞാൻ പിന്നെ ബിരിയാണിക്കായതുകൊണ്ട് ഞാൻ ടെയിലല്ല ഹെഡായിരുന്നു വെച്ചത്. അപ്പോൾ ഞാൻ ഹെഡ് ഫസ്റ്റ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ അന്നേരം ആലോചിച്ചില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടെയിലും കൂടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുക, ചെമ്മീൻ കട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മളിതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലവറിൽ, ദെൻ നമ്മളുടെ എഗ്ഗിൽ, ദെൻ ഫൈനൽ എന്ന് പറയുന്നത് നന്നായിട്ട് അതിൽ കോക്കനട്ട് വെച്ചിട്ട് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക, അമർത്തിയിട്ട് എടുക്കുക. കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ല രസമല്ലേ, ഒരു മ്യൂസിക് ക്രിയേഷനൊക്കെ പോലെ, ഒരു റിതം. ആദ്യം ഫ്ലവർ, ദെൻ നെക്സ്റ്റ് ഒരു പാറ്റേൺ കണ്ടില്ലേ, നെക്സ്റ്റ് എഗ്, ദെൻ നെക്സ്റ്റ് വൺ, ദെൻ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ട് നമ്മളിനി ലാസ്റ്റ് സ്റ്റേജ് ഈസ് വെരി നൈസ്. ടെയിലുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു സുഖമായിരിക്കും. ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു സൗകര്യമുണ്ട്, അതിങ്ങനെ പിടിച്ചിട്ടെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മുഴുവനും നമ്മളിങ്ങനെ കോട്ട് ചെയ്തെടുത്ത്, ദെൻ നെക്സ്റ്റ് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ നമ്മളിത് ക്രഞ്ചി ആക്കിയിട്ട് എടുക്കും. ഇപ്പോൾ ഒലീവ് ഓയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലീവ് ഓയിൽ ഒഴിക്കുക, എണ്ണ കുറച്ചൊരു 350 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ, ആ ഒരു ഇതിൽ ചൂടാകുമ്പോൾ നമ്മളുടെ ഈ നല്ല ചെമ്മീൻ അതിലേക്ക് ഇങ്ങനെ ഇടും. അധികം ഓവർ കുക്ക് ചെയ്യരുത്. ചെമ്മീൻ എന്ന് പറയുമ്പോൾ 2 മിനിറ്റാണ് 2 സൈഡ്, അതാണ് ഞാൻ പറഞ്ഞത്, 5-6 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 മിനിറ്റ് അപ്പുറത്തും ഒരു സൈഡ്, ദെൻ മറിച്ചിടും, മറ്റേ സൈഡും 2 മിനിറ്റ്സ് വെക്കും. അത് അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ പോലെ ആവും, നമുക്ക് ജ്യൂസി ആയിട്ടുള്ള ശ്രിമ്പ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറേ കുക്ക് ചെയ്യരുത്, ഓവർ കുക്ക് ചെയ്യരുത്. ബോത്ത് സൈഡ്സും 2 മിനിറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ JCO തിയറി? ഈ ശ്രിമ്പിൻ്റെ കാര്യത്തിൽ പ്രോൺസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൽ ജെ എന്ന് പറയുമ്പോൾ ജെയുടെ ഷേപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അണ്ടർ കുക്ക്ഡാണ്. സി ആണ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. പെർഫെക്റ്റ്ലി കുക്ക്ഡ് എന്ന് പറയുമ്പോൾ അത് മോയിസ്റ്റ് ആൻഡ് ജ്യൂസി ആയിരിക്കും, അതാണ് ചെമ്മീനിൽ. ദെൻ ഓ എന്ന് പറയുമ്പോൾ ഓവർ കുക്ക്ഡാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ശരിക്കും നിങ്ങൾ ഏത് ഫുഡ് ചെമ്മീൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതാണ്, ആ ഒരു സി ഷേപ്പിലാണ് നമുക്ക് സംഭവം കയ്യിൽ കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഉണ്ടാവുക, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് സംഭവം കയ്യിൽ കിട്ടും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കും. നല്ല രസമാണ് ഇത് കാണുമ്പോൾ, ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ ഇരിക്കും. പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് സേവ് ചെയ്ത് വെക്കുക ഉണ്ടാക്കുന്നവരാണെങ്കിൽ. ഞാനിപ്പോൾ മുഴുവനും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഫ്ലവറൊക്കെ ആക്കി വെച്ചതിൻ്റെ ശേഷം ഒരു 4 hours എടുത്തു വെക്കാൻ പറ്റും. പിന്നെ ചെമ്മീൻ എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എടുത്തു വെച്ചാൽ കിട്ടില്ല, കുറച്ചൊരു ഉണക്കൽ ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാണ് രസം. ദെൻ നമ്മൾ ഇതിനുണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാണ്. അതിന് വേണ്ടത് ഫസ്റ്റ് സ്വീറ്റ് ആൻഡ് ചില്ലി സോസും, ദെൻ ജാമാണ്, ആപ്രിക്കോട്ട് ജാമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആപ്രിക്കോട്ട് കിട്ടിയില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജാമോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് നമ്മളുടെ സ്വീറ്റ് ആൻഡ് ചില്ലി സോസ് എടുത്തു. ദെൻ അതിലേക്ക് ആപ്രിക്കോട്ടിൻ്റെ ജാമാണ് ഞാൻ ഇടുന്നത്. 1 tablespoon ഫുള്ളായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇത് സിമിലർ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം, നല്ല സ്മൂത്താക്കിയിട്ട് എടുക്കുക ആ സോസിന്. വാവ്,
2 ഇൻഗ്രീഡിയൻസ്, പെർഫെക്റ്റ് ഡിപ്പ്, നല്ല ടേസ്റ്റ്. പക്ഷെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം. അത് പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ നമ്മളൊരു ലൈം എടുക്കുക, അതിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് നമ്മൾ ആ ഒരു ചെമ്മീൻ്റെ മേലെ ഒന്നിട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു ചെമ്മീൻ എടുത്തു, ദെൻ അതിലേക്ക് സോസിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. വാവ്, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നും പറയാനില്ല, നിർത്താൻ കഴിയില്ല, അപ്പോൾ തന്നെ ഫിനിഷ് ആവും. ഒന്നുകൂടെ കുറച്ചുകൂടെ ഡിപ്പ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. തന്നെ ഇത് ട്രൈ ചെയ്യുക. ഇതുപോലത്തെ ഈസി പാർട്ടി റെസിപ്പീസുമായിട്ട് നമ്മൾ വീണ്ടും വരും. ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.